ഓ ആകെ മാറല പിടിച്ചിരിക്കണല്ലോ. അല്ല എവിടെ ഇന്നലെ പറഞ്ഞ് മിനിഞ്ഞാന്ന് തരാം, 1-ാം തീയതി തരാം, 28-ാം തീയതി തരാം. നിങ്ങളെ വാടക എത്ര നോക്കിയാ എത്ര മാസം വാടക വരുന്നുണ്ട് വെച്ചിട്ട് നോക്ക്. മാപ്പിളക്ക് കള്ളു കുടിക്കാൻ പൈസ ഉണ്ടല്ലോ. ഞാൻ ഇന്നലെ അങ്ങാടി പോയിട്ട് ചോദിച്ചപ്പോഴും വാടക അവിടെ ഉണ്ട്, മേടിച്ചോന്ന് പറഞ്ഞു. വാടക ഇവിടെ എത്ര മാസമായി ഇപ്പൊ നിങ്ങള് വാടക എന്നിട്ട്? അത് എന്റെ കയ്യിൽ ഇപ്പൊ കാശില്ല ഏട്ടാ. നിങ്ങള് ഈ 1-ാം തീയതി കഴിഞ്ഞിട്ട് വരും. ഇത് ഒഴിഞ്ഞു തരണം. നിങ്ങള് വാടക കൂടെ പെട്ടെന്ന് ഒഴിഞ്ഞാളേ, അത് തരാനുള്ള പൈസ എന്നിട്ട്. ഇത് ശരിയാവൂല. എത്ര മാസം വാടക ഉണ്ട് ചേട്ടാ? എന്റെ കയ്യിൽ കാശില്ലാഞ്ഞിട്ടാണ്. ഇവിടുത്തെ ആള് ഇവിടെ താമസിക്കണ ആരും വാടക തരാത്തില്ല. നിങ്ങൾ മാത്രമേ ഉള്ളൂ വാടക തരാത്ത. പണിയുണ്ടല്ലോ ആൾക്ക്. പണിക്ക് പോണില്ല. ഇനി പോയാൽ തന്നെ ഉള്ള കാശൊക്കെ കൊണ്ടുപോയി കുടിച്ചിട്ട് പണിക്കൊന്നും കൊണ്ടുവന്ന് തരാറില്ല. ഞാൻ പണിക്ക് പോയിട്ട് കിട്ടുന്ന കാശ് കൊണ്ടാണ് എങ്ങനെയൊക്കെയാ കുടുംബം കഴിഞ്ഞു പോണത്. ചേട്ടൻ എങ്ങനെയെങ്കിലും 1-ാം തീയതി വരുന്ന കാക്കണം. ഞാൻ ആരെങ്കിലും എത്ര 1-ാം തീയതി കഴിഞ്ഞപ്പോ ഒരു വർഷമായി. 1-ാം തീയതി, 2-ാം തീയതി, 28-ാം തീയതി എന്ന് പറഞ്ഞത്. 10-ാം തീയതി ഇവിടുന്ന് ഒഴിഞ്ഞു തരണം. നിങ്ങള് വാടകക്കാര് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഒരു രക്ഷമില്ല, ഒന്നും പറയണ്ട. പല അടവുകളും നിങ്ങൾ ഫൈറ്റ് ചെയ്യണം. ഇങ്ങനെ പെട്ടെന്ന് പിടിച്ചിട്ടൊരു ഡേറ്റ് പറഞ്ഞ ഞാൻ ഈ മക്കളെയും വയ്യാത്ത അമ്മനെയും കൊണ്ട് എന്താ ചെയ്യാ? പുള്ളിക്കാരനെ കൊണ്ട് ഞങ്ങളുടെ വീട്ടിലേക്ക് ഒരു മാർഗമില്ല. ആകെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അടുത്ത വീട്ടിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നോണ്ടാ എന്റെ കുടുംബം കഴിഞ്ഞു പോണത്. ഒരു 2-3 മാസമെങ്കിലും ഇക്കൊന്ന് അവര് തരണം. ഞാൻ നിങ്ങളുടെ കാലൊന്നും പിടിക്കണ്ട. എന്തെങ്കിലും ഒരു വഴി ഉണ്ടാക്കി തരണം. 2-3 പെൺകുട്ടികളാ, വയ്യാത്ത അമ്മയാ, അയാളുടെ തന്നെയാ. പക്ഷെ നോക്കാൻ ഞാൻ ഇപ്പൊ ബാധ്യസ്ഥയാണ്. ഞങ്ങളെ ഇറക്കി വിടരുത്, ദയവ് ചെയ്ത് ഞങ്ങളെ ഇറക്കി വിടരുത്. ഒരു കാര്യം ചെയ്യേ, ഇത്ര അവസ്ഥ എങ്ങനെയാന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. ഞാൻ എന്റെ വിഷമമൊന്നും ആരോടും പറയാറില്ല. എന്റെ ഏട്ടന് തന്നെയല്ല അതൊക്കെ നാണക്കേട്. നിങ്ങളുടെ പൈസ എല്ലാം ഞാൻ തിരിച്ചു തരാം. ഇത്തിരി സാവകാശം തന്നാ മതി, ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിക്കോളാം. എനിക്ക് എന്റെ വീടിന്റെ തൊട്ടടുത്ത് കുറച്ച് സ്ഥലമുണ്ട്. അവിടെ ഒരു നെടുമ്പറ ഞാനൊന്ന് കെട്ടിക്കോട്ടെ, അതുവരെ താമസിച്ചാ മതി. ഈ ഒരു കാര്യം ചെയ്യും, ആരും അറിയണ്ട. ഇതിന്റെ മുമ്പുള്ള വാടക ഇനി തരാനുള്ളതും ഈ തരണ്ട. പോരെ? എന്റെ മക്കളുടെ പ്രാർത്ഥന തരണ്ട. പക്ഷേ ഒക്കെ മറക്കുക, വാടക ഒക്കെ നമ്മൾ മറന്നു. ഞാൻ ഇടക്ക് ഇവിടെ വരും, പോവും. ഒന്നണ്ട് കണ്ണെടുക്കുക. ഒരു വാടക തരണ്ട. ഈയും എൻ്റെ കുട്ടികളും എത്ര വേണേലും നിന്നവിടെ. എന്തേ ഓക്കെ അല്ലേ? അല്ലെങ്കിൽ 10-ാം തീയതി തന്നെ ചെയ്യണം. ഒരു രക്ഷയില്ല. നാളേക്ക് ട്ടാ, ഞാൻ പോയിട്ട് വരും. അതെ, ഒന്ന് നിന്നേ. അഡ്ജസ്റ്റ് ചെയ്യാനാണെങ്കിലേ എനിക്ക് ഇതിനു മുമ്പേ അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. നാളെ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കോളാം. നിന്റെ മാതിരി ഈ പണിക്ക് എന്നെ കിട്ടില്ല.